ചാനൽ. അപ്പോൾ നമ്മുടെ വിഷു ഇന്ന് വന്നെത്തിയില്ലേ. അപ്പോൾ നാളെയാണ് വിഷു. അപ്പോൾ തലേ ദിവസം വിഷുവിൻ്റെ വീട്ടിൽ എന്തൊക്കെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. അമ്മ അടുക്കളയിൽ നിന്നിട്ട് നാളെ കണി വെക്കാൻ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കേസ് നമുക്ക് എന്താ അമ്മ ഉണ്ടാക്കുമെന്ന് പോയി നോക്കാം. അമ്മ ആടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടെ വിഷുക്കണിക്ക് ഇങ്ങനെ ഒരു ഇലയുടെ വെക്കും. ഇതെന്തിൻ്റെ ഇലയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അമ്മ ഇവിടെ ഇലയുടെ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഇലയുടെ ഉണ്ടാക്കിയാൽ വേഗം തീരും. നമുക്ക് ഇലയുടെ ഉണ്ടാക്കാം. എനിക്കിത് ഉണ്ടാക്കാൻ അറിയൊന്നുമില്ല, പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഹെൽപ്പ് ചെയ്യാമല്ലോ. ഇതമ്മ അങ്ങനെ ഇലയട ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് അടുത്ത പണി തന്നു, ഈ വിളക്ക് കഴുകൽ. അങ്ങനെ വിളക്കൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയതിന് ശേഷം പിന്നെ പടക്കം പൊട്ടിക്കാനായിട്ട് ഞങ്ങൾ തറവാട്ടിലോട്ട് പോയി. പടക്കമില്ലാതെ എന്ത് വിഷുവില്ലേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തറവാട്. അവിടെയാണ് എൻ്റെ കസിൻസൊക്കെ ഉള്ളത്. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് കുറേ പടക്കമൊക്കെ പൊട്ടിച്ചു. പക്ഷെ കുട്ടിക്കാലത്തിൽ അത്ര രസമൊന്നും ഇല്ലാന്ന് ഇപ്പോഴത്തെ വിഷു. കുഞ്ഞുനാളിൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടായിരുന്നു ഈ തറവാട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ആഘോഷിച്ച വിഷുവാണ് വിഷു. ആ ഓർമ്മകളാണ് ഇപ്പോൾ എന്നും വിഷു എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ വരിക. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ അവിടെയും കുറേ പടക്കങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടി കുറേ പടക്കം പൊട്ടിച്ചു. അച്ഛനാണ് ഈ വലിയ വലിയ പടക്കങ്ങൾ പൊട്ടിക്കുക, മാലപ്പടക്കം, ഗുണ്ടങ്ങത്ത്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഈ പൂക്കിരിയും കമ്പത്തിരിയൊക്കെ ആണെന്നേ. പടക്കം വെടിക്കെട്ടെ കഴിഞ്ഞിട്ട് പിന്നെ കണി ഒരുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കഴുകിയ വിളക്കൊക്കെ എല്ലാം തുടച്ച് വൃത്തിയാക്കി കൊണ്ടു കൊടുക്കുകയാണ് അമ്മയ്ക്ക്. അമ്മൻ്റെ കൈ സഹായികളാണ് ഇവിടെ ഞാനും അനിയത്തിയും. ഇവിടെ നമ്മൾ സ്വന്തമായിട്ടൊന്നും ചെയ്യരുത്, അമ്മ പറയുന്നത് മാത്രം ചെയ്യണം, അല്ലെങ്കിൽ അമ്മൻ്റെ നല്ലത് കിട്ടും. അങ്ങനെ ഫുള്ളായി നമ്മൾ കാണില്ല. കുറച്ച് സഹായിച്ചിട്ട് ഞാൻ പോയി കിടക്കും, പിന്നെ ബാക്കിയൊക്കെ അമ്മയാണ് നോക്കുക. പിന്നെ നാളെ കണി കാണും. കണ്ടു കഴിഞ്ഞു. നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇതാണ് എൻ്റെ വിഷുവിൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് ഗൈസ്? അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ വിഷു സ്പെഷ്യലായിട്ടുള്ള ഫുഡ് റെഡിയാക്കാം. അപ്പോൾ ഇവിടെ വിഷു സ്പെഷ്യലായിട്ട് വിഷുക്കഞ്ഞിയും പപ്പടവും ആണുള്ളത്. അതിൻ്റെ കൂടെ ഒരു ഉപ്പേരി ഉണ്ട്. അതിൻ്റെ പേര് എനിക്ക് എപ്പോഴും കിട്ടില്ല. അവരോട് ചോദിച്ചിട്ട് ഞാൻ പറയാൻ പേരുണ്ടാണ്. നമുക്ക് കഞ്ഞിയൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പപ്പടം കാഴ്ച കൊടുക്കണം. എന്തെങ്കിലും സഹായം നമ്മൾ ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ചെയ്യും. അപ്പം ഇതാണ് വിഷുക്കഞ്ഞി. നമ്മൾ കഞ്ഞിയിൽ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് വിഷുക്കഞ്ഞി കഴിക്കുക. ഇതിൻ്റെ കൂടെ നല്ല പപ്പടം പിന്നെ ഉള്ളതാണ്. ഇതാണ് ഇതിനെന്ത് ഉപ്പേരി പറയുക? ഇതിനെന്താ പറയുക? പുളിവരിക്ക് ഉപ്പേരിയാണ് ഇതിലൂടെ കഴിക്കുക. പുളിയാമര ഉപ്പേരിയാണ് ഇതിലൂടെ കഴിക്കുക. അപ്പം ഇതാണ് നമ്മുടെ വിഷു സ്പെഷ്യലായിട്ട് നമ്മൾ പാലക്കാട് ഇതാണ് കഴിക്കുക. നമ്മുടെ വിഷു പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് എന്തെങ്കിലും സാധനം എടുത്ത് ഫ്രൂട്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ട് കഴിക്കാം. അതാണ് മെയിൻ പണി. എനിക്ക് ഇഷ്ടമുള്ള
ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ വിഷു സെലിബ്രേറ്റ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഈ വീട്ടിൽ കുട്ടി വിഷു സെലിബ്രേഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു.